Hi, hello dear students. Welcome back to Future Plus Academy. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് UG PG എക്സാം നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട് അല്ലെ. അതിന്റെ ഇടയിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പലരെയും കൺഫ്യൂസിംഗ് ആക്കുന്ന രീതിയിലും പലർക്കും ഒരു നല്ല ഗുഡ് ന്യൂസ് ആയിട്ടൊക്കെ വരുന്ന ഒരു ന്യൂസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇനി മുതൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 6 പ്രോഗ്രാമുകൾക്ക് 4 വർഷത്തെ ബിരുദത്തിന് UGC അംഗീകാരം എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി കേൾക്കുന്ന ഒരു കാര്യമാണ് 4-year ഡിഗ്രി എന്നുള്ളത്. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020ന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി എന്നുള്ളത്. അപ്പൊ അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ സിലബസിൽ എന്താ മാറ്റങ്ങൾ, നിലവിൽ പഠിക്കുന്ന കുട്ടികളെ ഇത് എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇനി യൂണിവേഴ്സിറ്റി ഓരോ നോട്ടിഫിക്കേഷൻ തരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതായിരിക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇതാണ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു അവരുടെ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ അംഗീകാരം ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ്. അപ്പം ഈ ഒരു അധ്യയന വർഷം തന്നെ 2024 ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്കാണ് ഈ പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇത്തരത്തിലൊരു 4 വർഷ ബിരുദഘടനയ്ക്ക് UGC അംഗീകാരം നേടുന്നത്. അപ്പം ഈ വർഷം തന്നെ അത് ആരംഭിക്കും. ജൂൺ ആദ്യ വാരമാണ് ഇതിന് നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ കോഴ്സുകളാണ് എന്നുള്ളത് പറയാം. അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 6 ബിരുദ പ്രോഗ്രാമുകൾ 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമുകളായി UGC അംഗീകരിച്ചു എന്ന് പറയുന്നു. ഏതൊക്കെയാണ് പ്രോഗ്രാമുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BA മലയാളം, BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി, സോഷ്യോളജി, BBA, BCom പ്രോഗ്രാമുകളാണ് ഈ അധ്യയന വർഷം മുതൽ 4 ഘടനയിലേക്ക് മാറുന്നത്. അതായത് 4 വർഷം ഘടനയിലേക്ക് നിലവിൽ ഈ മാറുന്നത് ഈ 2024 മുതൽ ഈ 6 കോഴ്സുകളാണ്. ഒന്നും കൂടി പറയാം: മലയാളം, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, സോഷ്യോളജി, BBA, BCom വിഷയങ്ങളാണ്. ഓക്കെ, 2024 ജൂലൈ ഓഗസ്റ്റിൽ ആരംഭിക്കുന്ന അധ്യയന വർഷം മുതലാണ് പഠിതാക്കൾക്ക് ഈ വിഷയങ്ങളിൽ 4 വർഷം ഓണേഴ്സ് ബിരുദത്തിന് ചേരാം. 3 വർഷം കഴിഞ്ഞാൽ ബിരുദ സർട്ടിഫിക്കറ്റ്, അതായത് ഇപ്പൊ നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് അതും, നിങ്ങൾ 4 വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണേഴ്സ് ബിരുദ സർട്ടിഫിക്കറ്റുമാണ് ലഭിക്കുന്നത്. അപ്പൊ ഈ ഓണേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കുറെ അധികം സ്കിൽഡ് ആയിട്ടുള്ള കുറെ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജോലി അധിഷ്ഠിതമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ ഈ ഓണേഴ്സ് പ്രോഗ്രാമിലൂടെ പഠിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും അതിന്റെ സർട്ടിഫിക്കറ്റിന് ഒരു എക്സ്ട്രാ വാല്യൂ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പം ജൂൺ ആദ്യ വാരമാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓപ്പൺ യൂണിവേഴ്സിറ്റി സമർപ്പിച്ച 6 കോഴ്സുകൾക്കും UGC അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ കരിക്കുലവും എല്ലാം അവർ സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അവർക്ക് അത് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നു. സോ UGC നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി 4 വർഷം ബിരുദം നടപ്പിലാക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കോഴ്സിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അക്രഡിറ്റേഷന്റെ കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവും വേണ്ട. UGC നേരിട്ട് അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയാണെന്നുള്ളത് വളരെ അഭിമാനകരവും അതുപോലെ തന്നെ വളരെ ആകർഷകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കേരളത്തിലൊരു യൂണിവേഴ്സിറ്റി, അതൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 2021 തുടങ്ങിയ ഒരു യൂണിവേഴ്സിറ്റിക്ക് ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഇഗ്നോ പോലുള്ള വലിയ യൂണിവേഴ്സിറ്റികളെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ചെയ്യാമെങ്കിൽ അത് എന്തൊക്കെ പറഞ്ഞാലും ഒരു അഭിമാന നേട്ടമാണ് കേരളത്തിനെ സംബന്ധിച്ചും കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഇതുപോലുള്ള വീഡിയോസിന്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ, 2024 അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ ഇവരുടെ യൂണിവേഴ്സിറ്റിയുടെ കംപ്ലീറ്റ് ആയിട്ടും ഉള്ള എല്ലാ മാനദണ്ഡങ്ങളും ഫോളോ ചെയ്തിട്ടാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നതും. ഇവർ ഇനിയിപ്പോ 4 വർഷ ബിരുദഘടനയുടെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതുപോലെ തന്നെ നമ്മളും അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.